എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്. 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികൾ. റബ്ബേ, ആ മുസ്ലിമീങ്ങൾ കൂടിയും നസ്രാനികൾ കൂടിയും ജൂതന്മാർ പോയിക്കൊണ്ടിരിക്കുന്ന എന്തൊരു കാലഘട്ടം റബ്ബേ. അല്ലാഹ്, മുസ്ലിം ഉമ്മത്തിന് നീ ഈമാൻ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്, നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. അങ്ങ് റഹ്മാനെ അങ്ങനെ ഇസ്സത്ത് പറിച്ചു കയറുന്ന ഒരവസ്ഥ മാതാപിതാക്കൾ മക്കളുടെ അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അല്ലാഹ് ഞങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണം റഹ്മാനേ. ആ ഒരു ഇസ്സത്ത് പറിച്ചു കയറുന്ന അവസ്ഥ നീ നൽകല്ല അല്ലാഹ്. നീ സലാമത്താക്കി തരണം റഹ്മാനേ. റഹ്മാനേ, എത്രയോ ദമ്പതിമാർ ത്വലാഖ് ഫസ്ഖ് ചൊല്ലിയവരുണ്ട്. റബ്ബേ, അവർക്കും നീ ഖൈറായ ജീവിതം നീ നൽകണം റഹ്മാനേ. എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് കല്യാണം കഴിയാൻ നീ ഖൈറായ തുണ ജീവിതം അവർക്ക് നീ നൽകണം റഹ്മാനേ. എത്രയോ പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട് പറഞ്ഞു വെച്ചത് റാഹത്തൊരു സന്തോഷം നീ കല്യാണം നീ കഴിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. അല്ലാഹ്, അവരവരുടെ ദാമ്പത്യം സന്തോഷം നീ കഴിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തിലും സ്നേഹത്തിലും സന്തോഷമുള്ള ജീവിതം നീ നൽകണം റഹ്മാനേ. നീ സലാമത്താക്കി തരണം അല്ലാഹ്, നീ സലാമത്താക്കി തരണം റഹ്മാനേ. റഹ്മാനായ അങ്ങന്മാരെ നിങ്ങളോട് പറയുന്നു, പ്രത്യേകിച്ച് മാതാപിതാക്കള് നിങ്ങൾ ചെറിയ മക്കളോടും വലിയവരോടും ചെറിയവരോടും എന്റെ കൽബിനോടും പറയുന്നു, ഇപ്പോഴത്തെ ഫിത്നയിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. സോഷ്യൽ മീഡിയ ഫിത്നകളിൽ ഞാനും നിങ്ങളും പെട്ടുപോകരുത്. അതേ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഏത് രൂപത്തിലും എനക്കും നിങ്ങൾക്കും എല്ലാവർക്കും കളിക്കാൻ അധികാരം തന്നിട്ടുണ്ട്. പക്ഷേ മേലായ റബ്ബ് ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരു ഹുക്മ തന്നു. ഞാനും നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കുന്നവരാണ്, അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ആ നിലക്ക് ഞാനും നിങ്ങളും പ്രവർത്തിക്കണം. സുന്നത്തുർ റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ എന്നല്ലേ ആ സ്വഹാബികളുടെ ചര്യ ഞാനും നിങ്ങളും പിൻപറ്റണം. അതേ കാലത്തിനടിസ്ഥാനത്തിൽ കോലന്മാരൊരുത്, ഫിത്ന പറഞ്ഞ് ജീവിച്ചു പോകരുത്. അതേ ഫിത്ന പറഞ്ഞ് ജീവിച്ചു പോകരുത്. ഉമ്മവങ്ങന്മാരെ നിങ്ങളുടെ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചുള്ളൊരു ജീവിതം നയിച്ചു പോകരുത്. അത് തനിച്ച ഹറാമാ. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. ഈ പറയുന്ന തങ്ങളെ മക്കളാണെങ്കിലും ശരി, തങ്ങളെ ഭാര്യയാണെങ്കിലും ശരി, അതേ ദീനെതിരെ പ്രവർത്തിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ തന്നെ തരുകയും അതിനൊരു സംശയം വേണ്ടതില്ല മുഅ്മിനേ. അതേ ഈ തങ്ങളുടെ ഉറൂസ് സന്ദേശം നൽകുന്നത് അതേ എന്താണോ അവിടുന്ന് കാണിച്ചെന്ന് ചര്യ, ആ ചര്യ ഞാനും നിങ്ങളും പിൻപറ്റലാണ്. അത് സുന്നത്തുർ റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ. അത് അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കലാ. നിരന്തരം ദിക്റും സ്വലാത്തും ഖുർആൻ ശരീഫ് ഓതിക്കൊണ്ട് ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊള്ളണം എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഫിത്ന പറഞ്ഞു അതേ നിങ്ങളുടെ നഗ്നമായ ഫോട്ടോ വീഡിയോ അയച്ചുകൊണ്ടുള്ളൊരു ജീവിതം അത് നയിച്ചു പോകരുതേ. ഓ മാതാപിതാക്കളെ, ഇനിയുള്ള തലമുറ അതേ എല്ലാവർക്കും ജീവിക്കാൻ പ്രയാസമാണ്. ടെക്നോളജി വർദ്ധിച്ച കാലഘട്ടമാണ്. ആ ടെക്നോളജി തന്നെ അതേ എല്ലാവർക്കും ഇൽമതിൽ അധികരിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും ഇൽമ നഫ്അ ചെയ്യുന്നില്ല. കാരണം എന്ത്? അതേ ഫിത്ന അധികരിച്ചതാണ്, ഫസാദ് അധികരിച്ചതാണ്, ഹസദ് അധികരിച്ചതാണ്, കിബർ അധികരിച്ചതാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ സ്റ്റാറ്റസ് വെച്ചാലും ശരി, നോക്കിയാലും ശരി, അതുകൊണ്ടൊന്നും എനിക്കും നിങ്ങൾക്കും ഇൽമ നഫ്അ ചെയ്യൂല. പകരം ഞാനും നിങ്ങളും ദിക്റും സ്വലാത്തും ഖുർആൻ ശരീഫും അത് എത്ര കണ്ട് അധികരിപ്പിക്കുന്നുവോ അത്ര കണ്ട് എനക്കും നിങ്ങൾക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കും. അല്ലെങ്കിൽ അതേ എനക്കും നിങ്ങൾക്കും ദുനിയാവും ആഖിറവും വിജയിക്കാൻ പ്രയാസമാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. നിങ്ങൾ ഇവിടുത്തെ ഉറൂസിന് എന്നല്ല ഏത് ഉറൂസിനാണെങ്കിലും ശരി, ഏത് സ്വലാത്തിന് പോകുന്നുണ്ടെങ്കിലും ശരി, നിങ്ങളുടെ മുഖം മറക്കണം. അതേ ഇവിടുത്തെ തങ്ങളടുത്ത് വരുന്നുണ്ട്, വലിയന്റെ അടുത്ത് വരുന്നുണ്ട്, നിങ്ങളുടെ മുഖം മറക്കാതെ, അല്ലെങ്കിൽ ചന്തയിൽ പോയി കളിക്കണം, അല്ലെങ്കിൽ അതുകൊണ്ട് വരണമെന്നുള്ളൊരു നിയ്യത്ത് കൊണ്ട് വന്നു പോകരുത്. അതേ ആ ഉറൂസ് വന്ന ശരി വഴി തന്നെയാണെങ്കിൽ നിങ്ങൾ വന്നവയത് ഹറാമാ.
നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. അതേ അനക്കും നിങ്ങൾക്കും ഉറൂസിനെ സ്വലാത്തിനെല്ലാം വരാൻ അനുവാദം തന്നിട്ടുണ്ടെങ്കിലും അത് ഇസ്ലാമിക ചിട്ടയോടുകൂടി വരണം. ഇല്ലെങ്കിൽ അതേ നിങ്ങളുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൊള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ മുഖം മറക്കാതെ ഒരു വലിയന്റെ അടുത്തോ ഒരു സ്വലാത്ത് പ്രഭാഷണ സ്വലാത്തിന്റെ മജ്‌ലിസോ അല്ലെങ്കിൽ മതപ്രഭാഷണത്തിന്റെ മജ്‌ലിസിലോ നിങ്ങൾ പോയി കൊള്ളരുതേ. മുമ്പുള്ള കാലങ്ങളിലും ഇതുപോലെ പാതിരാവായത് കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്തും അംഗന്മാർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ആ ചിട്ടയും ആ മുറാത്ത് കൊണ്ടാണ് ഇന്ന് അത് കാണുന്നില്ല. ഇന്ന് അതേ വരുന്നതിന്റെ ഉദ്ദേശം പേരിന് വേണ്ടി ഒരു ദിക്റും സ്വലാത്തും, പകരം അവിടെയുള്ളവരെ കാണണം, അല്ലെങ്കിൽ അവിടെയുള്ള ചക്കന്മാർ കാണണം, അല്ലെങ്കിൽ അന്യവരുടെ കാണണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ഉമ്മവങ്ങന്മാരെ നിങ്ങൾ വന്നു പോകരുത്. അത് തനിച്ച ഹറാമാ. ഞാനും നിങ്ങളത് ഉൾക്കൊണ്ടു പോകരുത്. എവിടെ പോകുന്നുണ്ടെങ്കിലും എന്താണ് ഇസ്ലാം പറഞ്ഞത്? ആ രൂപത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ ജീവിച്ചു കൊള്ളണം. എന്നാൽ ദുനിയാവും ആഖിറവും വിജയിച്ച് ഇല്ലെങ്കിൽ അത് പ്രയാസമാണ്. അത് ഏത് തങ്ങളെ മക്കളാണെങ്കിലും ശരി, ഏത് ഖാദിയാറ മക്കളാണെങ്കിലും ശരി, ഏത് കുതുബിന്റെ മക്കളാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷിക്കുവേ. ഞാനും നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണമേ. ഉമ്മവങ്ങന്മാരെ, ടെക്നോളജി അല്ലേ, പുതിയ കാലമല്ലേ എന്ന് പറഞ്ഞ് അനക്കും നിങ്ങൾക്കും ദീനെതിരെ പ്രവർത്തിക്കാൻ അല്ലാഹു അധികാരം തന്നില്ല. ഹറാം ഹലാലാക്കാൻ അല്ലാഹു അധികാരം തന്നില്ല. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. എന്തൊരു തലാഖ്, എന്തൊരു ഫസ്ഖ്, എന്തൊരു ഖുൽഅ അധികരിച്ചു കൊണ്ടിരിക്കുന്നു നിസാര വിഷയത്തിന്റെ പേരിലല്ലേ. ഉമ്മവങ്ങന്മാരെ, മാതാപിതാക്കളെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പെൺമക്കളാണെങ്കിലും ശരി, ആൺമക്കളാണെങ്കിലും ശരി, പറയേണ്ടടുത്ത് പറയണം, ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, അടിക്കേണ്ടടുത്ത് അടിക്കണം, പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ജീവിതം എന്താണ്, എന്താണ് എൻഗേജ്മെന്റ്, എങ്ങനെയാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കേണ്ടത് എല്ലാം ഇസ്ലാമിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അറിവില്ലെങ്കിൽ അവരോട് ഉസ്താദന്മാർ അല്ലെങ്കിൽ ആലിമീങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊള്ളണം. അതെ എന്നല്ലാതെ ഇപ്പോഴത്തെ കാലത്തിൽ എല്ലാത്തിനും അധികാരം ചെന്നിട്ടുണ്ട്. അപ്പുറത്തോന് ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തോന് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് അയൽവാസി ചെയ്യുന്നുണ്ട്, ഇപ്പുറത്തെ അയൽവാസി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആലിമിന്റെ മക്കൾ ചെയ്യുന്നുണ്ട്, സയ്യിദിന്റെ മക്കൾ ചെയ്യുന്നുണ്ട് എന്ന് ദീനിൽ തെളിവല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു തെളിവുണ്ട്, ഒരു ഫിഖ്ഹിന്റെ ഹുക്മുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊള്ളണം. എന്നാൽ ആ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ എല്ലാ നിൽക്കും പ്രയാസം തന്നെ. അന്റെയും നിങ്ങളെയും ചോരത്തൽപ്പ് പോകുന്നത്ര പോകട്ടെ എന്ന് റബ്ബ് നോക്കും. പിന്നീട് ഒരു പിടുത്തം പിടിക്കും. ആ പിടുത്തം മാരകമായ രോഗമായിരിക്കാം, അല്ലെങ്കിൽ പല നിലക്കുള്ള ക്ഷോഭം കൊണ്ടുള്ള പ്രകൃതി ക്ഷോഭം കൊണ്ടുള്ള അങ്ങേറ്റുള്ള ക്ഷേമം കൊണ്ടായിരിക്കാം. മുഅ്മിനെ ആലോചിച്ചു കൊള്ളണം. അതുകൊണ്ട് ഇവിടെ പല നിലക്കുള്ള രോഗത്തെ പറ്റി ദുആ ചെയ്തില്ലേ? ഇപ്പോൾ ജനിക്കുന്ന പിഞ്ചു മക്കൾക്ക് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നി സ്റ്റോൺ, അതുപോലെ മുൻദ്വാരമില്ല പിൻദ്വാരമില്ലാതെ ജനിക്കുന്ന മക്കൾ ആലോചിച്ചു കൊള്ളൂ. എന്ത് തെറ്റ് ചെയ്തു ആ മക്കൾ ഉമ്മാന്റെ വയറ്റിൽ കടന്നു എന്നാണോ? അല്ല, അവരുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനക്കും നിങ്ങൾക്ക് തന്ന റിസൾട്ട് അല്ലേ മക്കൾ. ആ മക്കളിലൂടെ അതാ റബ്ബ് ശിക്ഷിക്കുന്നു, പരീക്ഷിക്കുന്നു. മുഅ്മിനെ ആലോചിച്ചു കൊള്ളണം. അതേ ഹറാമാകുന്ന എൻഗേജ്മെന്റ്. എന്താണ് എൻഗേജ്മെന്റ്? ഇപ്പോ എല്ലാ നിലക്കും പൊന്ന് കൊടുക്കൽ വേറെ, മുട്ടായി കൊടുക്കൽ വേറെ, ഡ്രസ് ഇട്ട് കൊടുക്കൽ വേറെ, എല്ലാം തനിച്ച ഹറാമല്ലേ. അങ്ങനെ ഒന്നും ഞാനും നിങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ അഖിലുകാരെ പ്രവർത്തിച്ചു പോകരുത്. തനിച്ച ഹറാമാണ്. ഉമ്മവങ്ങന്മാരെ, നിങ്ങളുടെ മക്കൾ ആൺമക്കളാണെങ്കിലൊക്കെ പെൺമക്കളും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ദീൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രൂപത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊള്ളണം. പറയേണ്ടടുത്ത് അങ്ങനെ പറയണം. അതേ ഇന്ന മക്കൾ എനിക്ക് ഇത്ര കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഉമ്മാന്റെ അടുക്കൽ ആൺമക്കൾ ഇത്ര തരുന്നുണ്ട്, അവരവരെ സ്വീകരിച്ചു പോകരുത്. അദ്ദേഹത്തിന് തുറന്ന് പറയണം, ഇത് പാടില്ല.
നിക്കാഹിന്റെ ശേഷമേ പറ്റുള്ളൂ എന്ന് ഞാൻ ഓരോ മാതാപിതാക്കൾ പറയണം. ഇല്ലെങ്കിൽ അത് കൊണ്ട് തുടങ്ങി നിങ്ങളുടെ ഹറാമാകുന്ന ജീവിതം പോരാ. എന്നിട്ട് നിക്കാഹോ, ആ നിക്കാഹിലും അതാ ഹറാം. പേരിന് വേണ്ടി സയ്യിദന്മാർ, ആലിമീങ്ങൾ, ഉസ്താദന്മാർ ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നും ദീനിൽ പ്രശ്നമല്ല. ആരുണ്ടായാലും ഇല്ലെങ്കിലും അവനവൻ ചെയ്ത തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിൽ അല്ലാഹു ശിക്ഷിക്കും. അതിനൊരു സംശയം വേണ്ടമില്ല മുഅ്മിനേ. അതുകൊണ്ട് പേരിനൊരു നിക്കാഹ്, ശേഷോ ഡാൻസും കൂത്താട്ടവും വേറെ എന്നല്ല, അന്യ പുരുഷന്മാരാണും പെണ്ണും കൂടെ എന്നിട്ട് ഫോട്ടോ വീഡിയോ വേറെ. അത് തനിച്ച ഹറാമാ. അല്ലാഹു വിടൂലട്ടോ. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. അതെ, നമ്മളെ വേദന കൊണ്ട് പറയുകയാണ്. 26 വയസ്സ് 25 വയസ്സ് കുട്ടികൾ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞു. അതേ, ത്വലാഖ് അധികരിക്കുന്നു. കാരണം ഈ മൊബൈലാ. എന്റെ ഈ മൊബൈലിലുള്ളത് അതേ മുംബൈന് പോയ ഗെറ്റ് ടുഗദർ നടത്തിയിട്ട് അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞ് നടത്തും. അവനവന്റെ സ്കൂളിൽ എന്നല്ല ഏടൊക്കെ പല നിലത്തും റിസോർട്ടിൽ വേറെ പല സ്ഥലത്തും നടത്തിയിട്ട് എന്നിട്ടോ മുമ്പടിച്ചു പോയ അവന്റെ കാമുകനിലൊക്കെ കാമുകയോട് വീണ്ടും ബന്ധം വെക്കുന്നു. എന്നിട്ടോ ശേഷം അതേ കല്യാണം കഴിച്ചവരെ അതേ ത്വലാഖ് ചൊല്ലുന്നു. എന്നിട്ടോ മുംബൈന് പോയ കാമുകനെ വേണ്ടിയിട്ട് അതാ ഒളിച്ചോടി പോകല് വേറെ, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് കല്യാണ ജീവിതം വേറെ, അല്ലെങ്കിൽ പേരിന് അതേ ത്വലാഖ് ഫസ്ഖുൽ ഒന്നുമില്ല. എന്നിട്ടോ വീണ്ടും അതാ നിക്കാഹിന്റെ വേറെ, ശേഷം മാരേജ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആ നിലക്ക് ദാമ്പത്യം ജീവിതം വഹിക്കുന്നവർ മുഅ്മിനേ തനിച്ച ഹറാമാ. ഞാനും നിങ്ങളത് നയിച്ചു പോകരുത്. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. ഉമ്മവങ്ങന്മാരെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഞാനടക്കമുള്ള നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അല്ലാഹു തന്ന കണ്ണ്, അല്ലാഹു തന്ന ചെവി, അല്ലാഹു തന്ന കൈകാലുകൾ, ഇതോരോ ഹറക്കാത്ത് സക്കനാത്ത് അല്ലാഹുവിന്റെ നിഅമത്തിലുള്ളതാണ്. മക്കൾ തന്നത് അല്ലാഹുവിന്റെ നിഅമത്തിലാണ്. അതേ, ആ മക്കൾ തന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ലേ, സൂറത്തുൻ നിസായിൽ പറഞ്ഞിട്ടില്ലേ 5 കാര്യം. ആ 5 കാര്യം എന്നോട് ചോദിച്ചു പോകരുത്. അതിൽപ്പെട്ട ഒന്നാണ് മനി എന്ന് പറഞ്ഞ മനുഷ്യകുലങ്ങൾ. ആ മനുഷ്യകുലങ്ങൾ പ്രസവിക്കപ്പെടുന്നതിനെ പറ്റി നിങ്ങൾ ചോദിക്കപ്പെടരുത്. നിങ്ങൾ ചോദിക്കാൻ പാടില്ല. അത് റബ്ബിന്റെ വക്കിൽ നിന്നതാണ്. അതേ, ഇന്നിപ്പോൾ എത്ര മുഅ്മിനീങ്ങളാണ്, എത്ര മുഅ്മിനാത്തുകളാണ് മക്കൾ എടുത്തു കളയുന്നു, അബോർഷൻ ചെയ്യുന്നു. മുഅ്മിനേ, അവസാന കാലഘട്ടമാകുമ്പോൾ അതേ മക്കൾ എടുത്തു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മൈക്ക് കെട്ടി പറയലല്ല, സ്കാനാകുന്ന സ്കാൻ പോലോത്ത് ചെയ്തിട്ട് എന്നിട്ട് പറയും അതേ കുട്ടിക്ക് തലയില്ല, കൈയില്ല, ഉടലില്ല. അതേ മുഅ്മിനെ 3-ാം മാസത്തിൽ കാണിച്ചാൽ പറയുന്ന പറച്ചലാണ്. ഏത് മുഅ്മിനാണ് അല്ലെങ്കിൽ ഏത് മനുഷ്യ കുലങ്ങളാണ് ഈ 3-ാം മാസം ഈ പറയുന്ന ഡോക്ടറിനടക്കം അതേ 3-ാം മാസത്തിൽ തലയോ ഉടലോ ഹൃദയമോ വന്നിട്ടില്ല മുഅ്മിനെ. ഖുർആൻ നമുക്ക് അതിന്റെ പ്രക്രിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും നിങ്ങൾ അത് ജീവിച്ച് പ്രവർത്തിക്കണം. എന്നാൽ തന്നെ ഇവിടെ എല്ലാ നിലക്കുള്ള കാര്യങ്ങൾക്ക് ഫതഹ് നൽകും. ഇന്ന് എത്രയോ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഹോസ്പിറ്റലിലെ എത്ര മുഅ്മിനീങ്ങൾ മുഅ്മിനാത്ത് ഹോസ്പിറ്റൽ ജീവിക്കുന്നു. പ്രസവത്തിന്റെ പേരിൽ എത്രയോ ഓപ്പറേഷൻ ചെയ്തത് വേറെ, ഓപ്പറേഷൻ പറഞ്ഞത് വേറെ, അങ്ങനെ പലതും പറഞ്ഞിട്ട് അതേ പേടിപ്പിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾ പ്രസവിച്ചു പോയിട്ടില്ലേ? അന്നും ഇതുപോലെ ഈ നിലക്കുള്ള എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് വന്നവരല്ലേ? അതെ, അന്ന് അവരുടെ ഈമാൻ ഉണ്ടായിട്ടുണ്ടോ? അന്ന് അതേ പല നിലക്കുള്ള നേർച്ച പോലോത്തതും അല്ലെങ്കിൽ ദിക്റ് പോലോത്തതും ഖുർആൻ ശരീഫ് പോലോത്തതും മൗലൂദ് പോലോത്തതും ചൊല്ലുമ്പോൾ അതേ വേദന വരുമ്പോൾ അതാ ആ സമയത്ത് അന്നൽക്കുണ്ടാകുന്ന വീട്ടിൽ പ്രസവിച്ചവരുണ്ട്, ഹോസ്പിറ്റലിൽ പ്രസവിച്ചവരുണ്ട്. അന്നേരോ എല്ലാവർക്കും അല്ലാഹു സുഖപ്രസവം പോലോത്തത് നൽകുന്നു. ഇന്നതേ ഈ പറയുന്ന മക്കൾക്ക് അതെ ഈ ഇപ്പോഴുള്ള ഉമ്മവങ്ങന്മാർക്ക് ഡോക്ടറിലേക്ക് വിശ്വാസം അർപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ആയിപ്പോയി. ഞാനും
നിങ്ങളും എന്താണോ നിയ്യത്ത് വെക്കുന്നു ആ നിയ്യത്ത് പോലെ തന്നെ അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നൽകാൻ തുടങ്ങി. എത്ര പെൺകുട്ടികളാണ് അബോർഷൻ ചെയ്യുന്നു, എത്ര ആൾക്കാരാണ് 7-ാം മാസത്തിൽ തല തിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം, നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. ഞാനും നിങ്ങൾ അതിൽ പെട്ടുപോകരുത്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ടാണ് മക്കൾ ഉണ്ടാകുന്നത്. അന്റെയും നിങ്ങളെ ആരോഗ്യം കൊണ്ടല്ല. നല്ലവണ്ണം ആലോചിച്ചു കൊള്ളണം മുഅ്മിനെ. ഞാനും നിങ്ങളും അതേ ആരോഗ്യം കൊണ്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അനക്കും നിങ്ങളും നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ഇന്ന മാസത്തിൽ മക്കളുണ്ടാകും, ഇന്ന മാസത്തിൽ മക്കൾ പ്രവർത്തിക്കും എന്ന് റബ്ബ് പറയണ്ടേ? നിക്കാഹിന്റെ സമയത്ത് അനക്കും നിങ്ങൾ ഓതിത്തരണ്ടേ? എന്തേ ആ നിലക്ക് ഓതിത്തരാത്തത്? അതെ, അവിടെ തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദാമ്പത്യ ജീവിതം തുടങ്ങി വരാൻ പോകുന്ന എല്ലാ കാര്യത്തിലും അല്ലാഹുവിലേക്ക് അർപ്പിക്കാൻ ആലോചിച്ചു കൊള്ളണം മുഅ്മിനെ. തോന്നിയതുപോലെ പ്രവർത്തിക്കാനുള്ള അല്ലാഹുവിന്റെ ദീൻ നല്ലവണ്ണം ആലോചിച്ചു കൊള്ളണം. അതേ, ആ നിലക്ക് ഡോക്ടർമാർ പറഞ്ഞിട്ട് പലതും പറഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളെയും കൽബിൽ തറദ്ദുദായി പോകരുത്. അതേ, അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് അതേ തവസ്സുൽ ചെയ്ത് ഞാനും നിങ്ങളും ജീവിച്ചു കൊള്ളണം. അതേ, വേണ്ടത് ഡോക്ടർമാരെല്ലാം പറയുന്നത് ശരിയെന്ന് കരുതരുത്. വേണ്ടത് എടുക്കണം, വേണ്ടാത്തത് ഒഴിവാക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, മക്കളെ നിങ്ങൾ എടുത്തു കളയരുത്. ആ കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ജീവിച്ചു കൊള്ളുന്നത്. നല്ലവണ്ണം ആലോചിച്ചു കൊള്ളണം. ഈ സ്കാനാകുന്ന സ്കാൻ നോക്കിയിട്ട് അതേ പല നിലക്കുള്ള ആവശ്യം പറയുന്നുണ്ടല്ലോ, അതൊരുത്തരുടെയും അവനവന്റെ അവസ്ഥയിലുള്ളതല്ല. കാരണം എന്തേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 33,000 കോടി ജനങ്ങൾ അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ 33,000 കോടി ജനങ്ങളും ഒരു നിലക്കും ഒന്നിനൊന്ന് അതേ യോജിച്ചിട്ടില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു മാറ്റമുണ്ട്. അതുകൊണ്ടല്ല ഈ സ്കാനിൽ ഒരു ഏകദേശം മനുഷ്യന്മാരുടെ അവസ്ഥ അതിലേക്ക് അതേ ആ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്യും. അതിലേക്ക് അന്യം നിങ്ങളെയും സ്കാൻ വെപ്പിക്കും. എവിടെയാണ് മുഅ്മിനീങ്ങളെ? ആ അവസ്ഥയിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുക. അതിനൊരു തെളിവല്ലേ ഞാനും നിങ്ങളും ഫിംഗർ പ്രിന്റ് വെക്കുമ്പോൾ തമ്മിൽ യോജിക്കുന്നുണ്ടോ? ഇല്ല. അത് റബ്ബിന്റെ ഖുദ്റത്താ. അത് തന്നെയാണ് മുഅ്മിനെ ഈ സ്കാൻ പോലോത്തതിലുമുള്ളത്. മനുഷ്യന്മാരുടെ അവസ്ഥ ഏകദേശം അതിലേക്ക് ടൈപ്പ് ചെയ്യൂ, എന്നിട്ട് അതിലേക്ക് നമ്മൾ വെക്കപ്പെടും. അതിൽ തമ്മിൽ ഒന്നിക്കൂല. കാരണം എന്തേ? അതെ, അത് വേറൊരു മനുഷ്യന്റെ അവസ്ഥയല്ലേ. മുക്കാലുണ്ടെങ്കിലും 1% മാറ്റം കാണും. ആ 1% അന്നെയും നിങ്ങളോടും പറയുക എന്ത്? അത് തലയില്ല, ഉടലില്ല, കയ്യില്ല എന്ന് പറഞ്ഞ് മുഅ്മിനെ ഞാനും നിങ്ങളത് മനസ്സിലാക്കി. അത് ഞാനും നിങ്ങളത് വിശ്വസിച്ചു പോകരുത്. അത് തനിച്ച ഹറാമാ. അതിന്റെ പേരിൽ അബോർഷൻ ചെയ്യൽ തനിച്ച ഹറാമാണ്. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം മുഅ്മിനീങ്ങളെ. അതേ, നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. പോരാ, ഞാനും നിങ്ങളും നേരത്തെ പറഞ്ഞ കല്യാണ ജീവിതം എൻഗേജ്മെന്റിലും ഹറാം ചെയ്തിട്ടു. അനക്കും നിങ്ങൾക്കും ജനിക്കുന്ന മക്കൾ അതേ മുൻദ്വാരമില്ല, പിൻദ്വാരമില്ല, കൈയില്ല, കാലില്ല. അങ്ങനെ ജനിച്ച അവസ്ഥ നമ്മളിൽ വന്ന അനുഭവമുണ്ട്. പാപ്പാന്റെ വന്നതിൽ അനുഭവമുണ്ട്. മുഅ്മിനേ, എന്ത് തെറ്റ് ചെയ്തു ആ മക്കൾ? എന്ത് തെറ്റ് ചെയ്തു? ഉമ്മാന്റെ വയറ്റിൽ 9 മാസം കടന്നു എന്നാണോ? അല്ല. അതെ, ആ മാതാപിതാക്കൾ ജീവിതത്തിൽ ചെയ്തെന്തോ തെറ്റിന് അല്ലാഹു കൊടുക്കുന്ന റിസൾട്ടിൽ അതേ പരീക്ഷിക്കുന്നു. അങ്ങനെ എത്രയോ അനുഭവം ഞങ്ങളിലുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. അതേ, കാലം പുതിയത് എന്ന് പറഞ്ഞിട്ട് ഫിത്നയും ഫസാദും അതേ ഹസദും കിബറും നടിച്ചുള്ള ജീവിതം എനക്കും നിങ്ങൾക്കും അല്ലാഹു അധികാരം തന്നില്ല. നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം മാതാപിതാക്കളെ. നിങ്ങളുടെ മക്കൾ അല്ലാഹു നിഅമത്താണ്. അന്ന മക്കൾ നിഅമത്താണ്. ആ നിഅമത്തിനെ ചോദ്യം ചെയ്യും. അതേ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനെ പഠിപ്പിച്ചു കൊള്ളണം. ആ ദീൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനായാലും നിങ്ങളായാലും ഇവിടുന്ന് എന്തായാലും ഖബറിലേക്ക് പോകുമെന്ന് ഉറപ്പല്ലേ? മരണം ഹഖല്ലേ? അതിനെനിക്കും നിങ്ങൾക്കും സംശയമില്ലല്ലോ. എല്ലാ മതത്തിലും മത ഇല്ലാത്തവനക്കും മരണം എന്നുണ്ട് ഉറപ്പ്.
ഉറപ്പാണ്. ആ മരണം എവിടെ എങ്ങനെയെന്ന് ആർക്കും അറിയുന്നില്ല, അത് അവർക്കും ഉറപ്പ് തന്നെ. അതുപോലെ തന്നെയല്ലേ എനക്കും നിങ്ങൾക്കും, അതേത് മതക്കാർക്കും ആ രൂപം തന്നെയല്ലേ. അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിച്ചു കൊള്ളണം. എന്നും ഞങ്ങൾ മരിക്കാനുള്ള എന്നുള്ള ബോധം വേണം. എല്ലാ ഹക്കുകളും വീട്ടണം, ദുന്യവിയ ഉഖ്റവിയ ഹക്കുകൾ വീട്ടണം. പലിശ പോലോത്തതിൽ നിന്ന് മാറി നിൽക്കണം. ലോൺ എടുക്കൽ അനങ്ങിയ ലോൺ എന്ത് പറഞ്ഞാലും ലോൺ എടുക്കുന്നുള്ള സമ്പ്രദായം മുഅ്മിനെ നയിച്ചു പോകരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു പോകുക. എന്നാൽ അല്ലാഹു എല്ലാവർക്കും അതിൽ ബർക്കത്ത് ചെയ്യും. ഇല്ലെങ്കിൽ അത് പ്രയാസം തന്നെ. ജോലിയുണ്ട്, എന്താ ജോലിയിൽ ഒരു ബർക്കത്തില്ല, എനിക്ക് ജോലിയുണ്ട് തങ്ങൾ പൈസ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഖേദിക്കരുത്. റബ്ബേ നീ തന്ന് 10,000 അല്ലെങ്കിൽ 20 അല്ലെങ്കിൽ 5,000 റബ്ബേ അത് നീ ബർക്കത്ത് ചെയ്യണം അല്ലാ എന്ന് ഞാനും നിങ്ങൾ എന്നും മനസ്സിൽ ദുആ ചെയ്തുകൊണ്ട് മുഅ്മിനെ ജീവിച്ചു കൊള്ളാൻ. അല്ലാതെ ലോകത്തൊരു മുഅ്മിൻക്ക് ഒരു തങ്ങൾക്ക് ഒരു മൊയിലാർക്ക് ഒരു കുതുബേര് കോടിക്കണക്ക് കിട്ടിയായിട്ട് മതിയായ ചരിത്രമില്ല മുഅ്മിനെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന എത്രയാണെങ്കിലും അതിൽ ഞാനും നിങ്ങളും തൃപ്തി കൊണ്ട് ജീവിച്ചു കൊള്ളണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും ഫത്ഹ് നൽകും. ഇല്ലെങ്കിൽ അതേ ജീവിക്കാൻ പ്രയാസമാ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എന്നോടും നിങ്ങളെ ഖൽബിനോടും പറയാനുള്ളത് പുതിയ ടെക്നോളജിയോടെ ജീവിച്ചുകൊണ്ട് അതേ ആത്മീയത നഷ്ടപ്പെടുത്തു പോകരുത്. അതേ ഈ ടെക്നോളജി തന്നെ ആത്മീയത എടുത്തു കളയുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. പല നിലക്കും സയ്യിദന്മാർ ആലിമീങ്ങൾ തമ്മിൽ ഫിത്ന പറയുക, ഈ ഉറൂസിന്റെ പേരിൽ പല ഉറൂസിന്റെ പേരിൽ ഫിത്ന പറയുക, അല്ലെങ്കിൽ അതേ നോട്ടീസിന്റെ പേരിൽ ഫിത്ന പറയുക, എന്റെ പേരില്ല ഇവന്റെ പേരില്ല ഓന്റെ പേരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഫിത്ന പറയുക. മുഅ്മിനേ അതെല്ലാം നമുക്ക് അനുവദനീയമല്ല. അല്ലാഹു എന്നെയും നിങ്ങളെയും കാണുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആരാണ് എനക്കും നിങ്ങൾക്കും കാണിച്ചു തന്നത്, ആ രീതിയിൽ ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊള്ളണം. ഞങ്ങളുടെ നേതാക്കന്മാർ കാണിച്ചെന്ന രീതിയുണ്ടല്ലോ, ആ രീതിയിൽ ഞാൻ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലാ നിലക്കും അതിന്റെ മുറാത്ത് പോലെ പ്രവർത്തിച്ചാൽ ദുനിയാവും ആഖിറവും വിജയിക്കും. അല്ലാഹു അതിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതേ ഇന്ന് 100ാം വാർഷികമല്ലേ സമസ്തയുടെ. അതേ വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് കൊണ്ടുവന്ന ആ സുന്നത്ത് ജമാഅത്ത് ഉണ്ടല്ലോ, ഈ ഇടങ്ങളിലായിട്ട് അതേ അതെല്ലാം അസ്തമിക്കുന്ന സമയത്ത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പായിട്ട് സുന്നത്ത് ജമാഅത്തിനെ അടിയുറച്ചു വേണ്ടി പ്രവർത്തിച്ച മഹാൻ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാൻ കാണിച്ചു തന്നതുപോലെ അതുപോലെ ഒരുപാട് ആലിമീങ്ങൾ മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ അബ്ദുൽ ഖാദിർ മുസ്ലിയാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അതുപോലെ ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ, കൻസുൽ ഉലമ ഫസോട്ട് തങ്ങൾ, അങ്ങനെ അടങ്ങുന്ന മഹാന്മാർ ഞങ്ങളെല്ലാം അവരെല്ലാം ഞങ്ങളിൽ പേരിന് വൈ റബ്ബേ അത് അവരെല്ലാം ദർജ ഉയർത്തി കൊടുക്കാൻ റഹ്മാനെ. അതുപോലെ ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് എന്റെ ബാപ്പയാകുന്ന അവരെല്ലാം നിലകൊണ്ടത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്ത് ഞാനും നിങ്ങളും അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിക്കണം. ആ നിലക്ക് ഞാനും നിങ്ങളും ജീവിക്കണം. എന്നാൽ അവരെല്ലാം വിജയിച്ചതുപോലെ ഞങ്ങൾക്കും വിജയിക്കണമെങ്കിൽ മുഅ്മിനേ അതേ അവര് പറഞ്ഞതുപോലെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരമാണ് അവർ കൊണ്ടുവന്നത്. ആ അനന്തരം അവരുടെ കാലഘട്ടത്തിൽ ഭംഗിയായി ഞങ്ങൾക്ക് തന്നു, ഭംഗിയായി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. ഞങ്ങളത് ഏൽപ്പിച്ചു. ഇനിയുള്ള ഉമ്മത്തീങ്ങളാകുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള മുഹിബ്ബീങ്ങളാകുന്ന സയ്യിദന്മാർ ആലിമീങ്ങൾ പ്രവർത്തകർ അവരെല്ലാം അതേ എന്താണ് കാണിച്ചെന്ന പ്രവർത്തനമുണ്ടല്ലോ, ആ നിലക്ക് ഞാനും നിങ്ങൾ ഇവിടെ ദീന് പ്രവർത്തിക്കണം. എന്നാൽ ദുനിയാവും ആഖിറവും വിജയിച്ചു. അല്ലാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ.